നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. 10 മണിക്ക് പോകുന്ന സമയം 10 ഫാമിലി ആയിട്ട് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വേഗനറിലാണ് പോകുന്നത്. നിത്യാനന്ദ ആശ്രമം സന്ദർശിക്കാൻ കാര്യമായിട്ടുള്ളത്. കേതോട്ട് ഉറക്ക തെളിഞ്ഞിട്ട് നിൽക്കുകയാണ്. കേതോ നിത്യാനന്ദ ആശ്രമം കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ ആദ്യം കാണേണ്ട സ്ഥലമാണ് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമം. നമ്മളിപ്പോൾ നിത്യാനന്ദ ആശ്രമത്തിലെത്തിയിട്ടുള്ളത്. നിത്യാനന്ദ ആശ്രമത്തിലെ അമ്പലത്തിലാണുള്ളത്. ഇതിന് താഴെയാണ് നിത്യാനന്ദ സ്വാമി ഭജനയിരുന്ന ഗുഹ. താഴെയാണ്. അവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കരുന്നത്. അപ്പം നമ്മൾ നിത്യാനന്ദ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ മധുര അമ്പലത്തിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വഴിയിൽ ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ കയറിയിട്ടാണുള്ളത്. കാഞ്ഞങ്ങാട് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ നോക്കിയിട്ടുണ്ട്. ചായക്ക് വരെ എല്ലാവരും ലൈനാണ് കുടിക്കുന്നത്. ട്രെയിനിടക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുറുക്കല്ല, കഞ്ഞിയാണ്. കുറുക്ക് ഒന്നും കഴിച്ചോട്ടെ. അങ്ങനെ നമ്മൾ അനന്തപുരം അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സ്ഥലമാണ് അനന്തപുരം അമ്പലം. നല്ല തിരക്കുണ്ട്, നമുക്ക് ഉത്സവം ഉണ്ട് തോന്നുന്നു. നമ്മ പോകുമ്പോഴല്ലേ കയറണ്ടേ, അപ്പം ആളുണ്ടാവില്ലല്ലോ. കേതോട്ടിന് ഒരു ഉറക്കം കഴിഞ്ഞെണീച്ചിട്ട് നല്ല മൂഡിലാണില്ലേ. ഇതാണ് അനന്തപുരം കായൽ ക്ഷേത്രം. നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അനന്തപുരം ക്ഷേത്രമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വെജിറ്റേറിയൻ മുതല ഉണ്ടായ സ്ഥലമാണ് അനന്തപുരം ക്ഷേത്രം. അപ്പോൾ ഇപ്പോൾ മുതല മരിച്ചു. ഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. പായസത്തിൻ്റെ ഭക്ഷണം Of course, ma. നമ്മളങ്ങനെ അനന്തപുരി ക്ഷേത്രം കണ്ടു കഴിഞ്ഞ് ഇറങ്ങലായി. കാല് പൊള്ളി എന്നാലും ഭക്ഷണം കിട്ടി. മരത്തിന്റെ കീഴിൽ ഇങ്ങനെ വിശ്രമിക്കാൻ പറ്റും. നല്ല ഭക്ഷണം, നല്ല ഉഷാറുണ്ട്. ഏത് ഫുൾ ആക്റ്റീവ് ആണ്. ഇനി നേരെ മധൂര് ടെമ്പിളിലേക്ക്. ഞങ്ങളങ്ങനെ മധൂർ അമ്പലത്തിലെത്തിയിരിക്കുന്നു. 2 പാട്ട് കേട്ടാണ് കേതുകൂട്ട. അങ്ങനെ നമ്മൾ മധൂർ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. അതുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഇന്നത്തെ അവസാനത്തെ സ്ഥലത്തിരിക്കുന്ന ബേക്കൽ കോട്ടയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ.
പാർക്കിങ്ങിന് പാർക്കിങ്ങിൽ നല്ല ആളുണ്ട്, ഫുള്ള് തിരക്കാണ്. ഇവിടെ വണ്ടി വെക്കാനൊന്നും സ്ഥലമില്ല. ഏത് കാറിന് ഫുള്ള് ഇറങ്ങിയപ്പോൾ ഫുള്ള് മൂഡ് ഓൺ ആയിട്ടുണ്ട്. മസാല വേണ്ട. കേതൂടിന് വെഷ് പാക്കറ്റ് ആൻഡ് ബിസ്ക്കറ്റ്. അങ്ങനെ നമ്മളെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ബേക്കൽ കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേതൊട്ട വരുമ്പോ എടുക്കാം. ഇത് ബേക്കൽ കോട്ടയുടെ ഉള്ളിൽ ഉള്ള ഒരു അമ്പലമാണ്. ഇതാണ് ബേക്കൽ കോട്ടയിലേക്ക് കയറുന്ന എൻട്രൻസ്. ഞങ്ങളങ്ങനെ ബേക്കൽ കോട്ടൻ്റെ ഉള്ളിലെത്തി. ഇവിടെ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഫ്രൂട്ടിയും പലഹാരം തിന്ന് റെസ്റ്റ് എടുക്കാൻ കാക്ക വന്നു. നമ്മളിനി ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പോകുന്നത്. വിചാരിക്കുന്ന പോലെ അല്ല, ഇതിൻ്റെ മുകളിൽ കയറാൻ നല്ല പണിയുണ്ട്. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ നല്ല ഭംഗിയുണ്ട്. ഇത് ബേക്കൽ ബീച്ചാണ്. ബേക്കൽ കോട്ടയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണിത്. വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ലീവായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന്. സൂര്യൻ അല്പസമയത്തിനങ്ങ് അസ്തമിക്കുന്നതായിരിക്കും. സൂര്യൻ നമുക്ക് കാണാം. അങ്ങനെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങലേ സ്ലീപ്പ്. ഇത് മറ്റേ ഈ ലൊക്കേഷൻ നമുക്ക് ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല. ഏതല്ല ബോംബെ മായാനദിയിലുണ്ട്. ഇവിടുത്തെ മെയിൻ വ്യൂ ഇത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഫുള്ള് ക്രൗഡഡ് ആണ്. ഇത് കുറച്ചു നേരം ഇവിടുത്തെ ഗേറ്റ് തുറന്നിട്ട് ഇപ്പൊ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞിട്ട് കത്തിയിൽ കയറാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. കേത് ഫുൾ ഫണ്ണിലാണ്. കേത് നമ്മൾ ബേക്കൽ കോട്ടയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. 6:15 സൂര്യൻ അസ്തമിക്കാൻ പോയി. ഇനി ഇവിടുന്ന് നേരെ നമ്മ ഫുഡ് കഴിക്കാൻ പോവുന്നു. ഞങ്ങളങ്ങനെ ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ. പാർക്കിങ്ങിൻ്റെ അവിടെ 30 റുപ്പീസാണ് അവർ ചാർജ് പറഞ്ഞത്. പിന്നെ ബേക്കൽ ഫോർട്ട് എൻട്രിക്കും 25 റുപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു. ബൈ ബൈ.